എപ്പോഴും പരാതികൾ പറഞ്ഞു നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എനിക്കതില്ല, ഇതില്ല, എന്നോട് അങ്ങനെ പെരുമാറി, ഇങ്ങനെ പെരുമാറി, എന്നോട് ചിരിച്ചില്ല, മൈൻഡ് ചെയ്തില്ല, എന്നാലും നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? മനസ്സ് മുഴുവൻ പരാതികളാ. ഇവരുടെ ബോഡി ലാംഗ്വേജിലേക്കും ഇത് സ്പ്രെഡ് ആവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? ഒരു ഫ്രഷ്നെസ്സോ സന്തോഷവും ഇല്ലാത്ത ബോഡി ലാംഗ്വേജ് ഇവർക്ക് ഉണ്ടാവുക. വാ തുറന്ന പരാതികളും തോറ്റവരുടെ ശരീരഭാഷ. ഇവർക്ക് ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും. എന്താ കാരണം? ഈ നെഗറ്റീവ് ക്യാരക്ടർ തന്നെ. ആർക്കാണ് ഫുൾ ടൈം കംപ്ലൈൻസ് കേട്ടിരിക്കാൻ ഇഷ്ടം ഉണ്ടാവുക? കേൾക്കുന്നവരും കൂടി നെഗറ്റീവ് അടിക്കില്ലേ? ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ അത് പ്രശ്നമായിട്ട് എടുക്കാതെ അയാൾ പറഞ്ഞതിന് ഇങ്ങനെ ഒരു മീനിങ് ഇല്ലേ, ഇനി അയാൾ ഇതാണോ ഉദ്ദേശിച്ചത്, ഒരുപക്ഷെ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു പോയതാവാം എന്നൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കൂ. ഒരുപക്ഷെ കുറേ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരും. അതിന് പക്ഷെ നമ്മുടെ ഈഗോ കൂടെ ബ്രേക്ക് ആവണം കേട്ടോ. പറഞ്ഞു വന്നത് പരാതികൾ ഒരിക്കലും പറയരുതെന്നോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുതെന്നോ അല്ല. പറയണം, അത് മസ്റ്റായി പറയേണ്ടതാണ് എന്നുള്ളിടത്ത്, അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളിടത്ത്, അതിൻ്റെ പോസിറ്റീവ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയുടെ ഭാഷയിൽ പരാതി പറയാം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവിടെയും ഉണ്ടെന്നേ. നമ്മൾ ഫുൾ ടൈം ഈ നെഗറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ ഇടയ്ക്കൊന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിയുള്ള പോസിറ്റീവ്സിനെ കൂടി ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. ലൈഫ് പിന്നെ സെറ്റാ.